ഹലോ ഫ്രണ്ട്സ്, ഫോസ്റ്റർ കേരളയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിലെ കിച്ചൺ ഇൻറ്റീരിയർ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. കിച്ചൺ വർക്ക് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ ഈ ന്യൂ ജനറേഷൻ ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്യുമ്പോൾ എല്ലാം തന്നെ ശ്രദ്ധിക്കേണ്ട വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്. നമ്മൾ അടുക്കളയിൽ ഏതൊക്കെ സാധനങ്ങൾ ഏതെല്ലാം പൊസിഷനിലിരിക്കണം എന്നുള്ളതിന് ഒരു രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വളരെ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനും അതിനുള്ള സൗകര്യങ്ങളും അതിനകത്ത് കൂടുതലായിരിക്കും. അപ്പോൾ ചെറിയ ഒരു ഏരിയ കൊണ്ട് വളരെ പെട്ടെന്ന് നമ്മുടെ അടുക്കളയിലെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളതിൻ്റെ പൊസിഷൻ വളരെ കൃത്യമായി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയുന്നത്. നമ്മൾ ഒരു അടുക്കളയ്ക്കകത്ത് ഫ്രിഡ്ജ് എന്ന് നമ്മൾ പറയുന്ന റെഫ്രിജറേറ്റർ എപ്പോഴും ഏത് പൊസിഷനിലാണ് നമ്മൾ വെക്കേണ്ടത് എന്ന് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. അത് മാക്സിമം വലതുവശം അഥവാ റൈറ്റ് സൈഡ് ചേർത്ത് വെക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ആക്സസിബിലിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് കിച്ചണിൽ റെഫ്രിജറേറ്റർ വെക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡ് മാക്സിമം ചേർത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ഈ പടത്തിൽ കാണുന്ന രീതിയിൽ തന്നെ റെഫ്രിജറേറ്ററിന് റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ കിച്ചണിനകത്തേക്ക് നോക്കുമ്പോൾ അത് നമ്മളുടെ റൈറ്റ് സൈഡ് വരത്തക്ക വിധത്തിൽ റെഫ്രിജറേറ്റർ പ്ലേസ് ചെയ്യുക. ഇതാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു പൊസിഷനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക. പക്ഷേ ചില കിച്ചണുകളിൽ അത് സാധിക്കാതെ വരും. കാര്യം ആ സ്ഥലത്ത് വല്ല ഡോറോ ജനലുകളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ മാത്രമേ നമ്മൾ അതിനെ ഒരു റീലൊക്കേഷൻ പ്ലാൻ ചെയ്യേണ്ട കാര്യമുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിലും നമ്മൾ മാക്സിമം സൈഡുകളിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും നമ്മൾക്ക് നല്ലത്. സാധാരണ എല്ലാ വീടുകളിലും ഒരു സി ഷേപ്പോ അല്ലെങ്കിൽ ഒരു എൽ ഷേപ്പിലോ ആയിരിക്കും കിച്ചൺ കബോർഡിൻ്റെ ടോപ്പുകൾ ഉണ്ടാകുക. അപ്പോൾ ആ രീതിയിൽ വരുന്ന കണ്ടീഷനുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു പ്രധാന കാര്യമാണ് നമ്മളുടെ സിങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ സിങ്കിൻ്റെ ഒരു പ്രധാന സ്പേസിങ് എന്ന് പറയുന്നത് എപ്പോഴും ലെഫ്റ്റ് സൈഡ് ചേർത്ത് പ്ലേസ് ചെയ്യുക. ലെഫ്റ്റ് സൈഡ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്നൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴുകുക എന്ന് പറയുന്നൊരു സാധനം എപ്പോഴും നമ്മുടെ ലെഫ്റ്റ് സൈഡിലോട്ട് ചേർന്നിട്ടാണെങ്കിൽ നമുക്ക് ഇടത് കൈകൊണ്ട് ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പാത്രം എടുത്ത് ഇതിലേക്ക് ചെന്ന് പെട്ടെന്ന് നമുക്ക് കഴുകാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു പൊസിഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ലെഫ്റ്റ് സൈഡ് മാക്സിമം ചേർത്ത് തന്നെ സിങ്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളോട് പറയുന്നത്. അടുത്തതാണ് കിച്ചണിലെ പ്രധാന കാര്യമായിട്ടുള്ള ഹുഡ്, ഹോബ് എന്ന് പറയുന്ന രണ്ട് സിസ്റ്റംസ്. അപ്പോൾ നമ്മൾ ഹോബ് ഫിറ്റ് ചെയ്യുന്നത് സാധാരണഗതിയിൽ പ്രധാനമായിട്ടും കിച്ചണിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും ചെയ്യുക. അപ്പോൾ അത് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കൗണ്ടർ ടോപ്പ് വരുന്നതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും ഹോബ് ഫിറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഹോബ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹോബിൻ്റെ രണ്ട് വശത്തും നമുക്ക് ആവശ്യത്തിന് സ്പേസ് കിട്ടത്തക്ക വിധത്തിൽ സെൻറ്ററിലായിട്ട് തന്നെ മാർക്ക് ചെയ്തത് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കബോർഡിനുള്ളിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ടൈപ്പിലുള്ളതായാലും കബോർഡിൻ്റെ ടോപ്പിൽ വയ്ക്കുന്ന തരത്തിലുള്ളതായാലും ഏതാണെങ്കിലും അങ്ങനെ തന്നെ മാക്സിമം നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്താണ് നമ്മളുടെ കട്ടിംഗ് ടൂള് അഥവാ കട്ടിംഗ് ഏരിയ എന്ന് പറയുന്നത്. അത് നമ്മളുടെ ഈ പറയുന്ന ഹോബിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ അടുപ്പ് എന്ന് നമ്മൾ പറയുന്ന ഗ്യാസ് സ്റ്റൗവിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ തന്നെ നമ്മൾ സെറ്റ് ചെയ്യുക. അതാകുമ്പോൾ നമുക്ക് കുറച്ച് എളുപ്പമായിട്ട് നമുക്ക് വർക്ക് കൂടുതൽ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ അരിയുന്നു, വലത്ത് കൈ കൊണ്ട് നമ്മൾ അതിനെ എടുത്ത് പാത്രത്തിലേക്ക് ഉപയോഗിക്കുകയോ അങ്ങനെ ചെയ്യുന്നു. കാര്യം ഇതെല്ലാം പറയുന്നത് വലത് കൈക്ക് കൂടുതൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് നമുക്ക് ലോകത്ത് കൂടുതലായിട്ടുള്ളത്. ഇടത് കൈ ഉപയോഗിക്കുന്നവർ വളരെ കുറവാണ്. അപ്പോൾ ഇടത് കൈ ഉപയോഗിക്കുന്നവർക്ക് ചിലപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും അതിന് കിട്ടുന്നൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ഷേ നമ്മളിതെല്ലാം തന്നെ വലത് കൈയാണ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ പറയുന്നത്. അത് കഴിഞ്ഞാൽ വരുന്നൊരു ഭാഗമാണ് നമ്മളുടെ ബീറ്റിംഗ് മെഷീൻ, അഥവാ നമ്മൾ ഏതെങ്കിലും കേക്കിനൊക്കെ ഉപയോഗിക്കുന്ന പോലെയുള്ള ബീറ്റേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ മിക്സേഴ്സ് അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്ന ഭാഗം. അത് റൈറ്റ് സൈഡിലായിരിക്കും, ഈ പറയുന്ന സ്റ്റൗവിൻ്റെ റൈറ്റ് സൈഡിലായിരിക്കും നമുക്ക് ഫിറ്റ് ചെയ്യാൻ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു പൊസിഷൻ എന്ന് പറയുന്നത്. കാര്യം നമ്മൾ ഇടത് കൈ കൊണ്ടൊരു പാത്രത്തിനെ നല്ലോണം പിടിച്ചുകൊണ്ട് ഇതിനെ ബീറ്റ് ചെയ്യുക, എന്നിട്ട് നമ്മൾ സ്റ്റൗവിൻ്റെ മുകളിലിരിക്കുന്ന പാത്രത്തിനകത്തേക്ക് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ അത് റൈറ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് ആ ഭാഗം ഉപയോഗിക്കാൻ പറ്റും. ഇതാണ് ആ പൊസിഷനിലുള്ള പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. മാക്സിമം സിങ്കിന് അടുത്തായിട്ട് തന്നെ നമ്മുടെ മിക്സർ, ഗ്രൈൻഡർ അങ്ങനെയുള്ള കാര്യങ്ങൾ ഫിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അതിനകത്ത് എപ്പോഴും വെള്ളം ആവശ്യം വരും. അതുപോലെ തന്നെ ക്ലീനിങ്ങിൻ്റെ ആവശ്യങ്ങൾ എപ്പം വരും. ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ പുറത്തേക്ക് തെറിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് മിക്സി, ഗ്രൈൻഡർ അങ്ങനെയുള്ള ഭാഗങ്ങളിലുള്ള മെഷീനറികളെല്ലാം തന്നെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഉപകരണങ്ങളെല്ലാം തന്നെ നമ്മൾ സിങ്കുമായിട്ട് ചേർന്നിട്ടുള്ള ഭാഗത്ത് തന്നെ ഫിക്സ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും ഏറ്റവും ക്ലീൻ ആവാനുള്ള അല്ലെങ്കിൽ അടുക്കള ഏറ്റവും ക്ലീൻ ആയിട്ടിരിക്കാനുള്ള ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്. അതുപോലെ വരുന്നതാണ് മൈക്രോവേവ് ഓവൻ അല്ലെങ്കിൽ OTG എന്ന് പറയുന്ന അങ്ങനെയുള്ള ഫെസിലിറ്റികളെല്ലാം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ മാക്സിമം ചേർത്ത് വയ്ക്കുക. ഫ്രീസറും അല്ലെങ്കിൽ റെഫ്രിജറേറ്ററുമായിട്ട് ചേർന്ന് വരുന്ന ഭാഗത്തിനോട് തന്നെ ചേർന്നിരിക്കുന്നതായിരിക്കും
ഏറ്റവും കൃത്യമായ ഭാഗം എന്ന് പറയുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ റെഫ്രിജറേറ്ററിൽ നിന്ന് എടുക്കുന്ന സാധനങ്ങളാണ് സാധാരണഗതിയിൽ നമ്മൾ ചൂടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനടുത്ത് തന്നെ അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കധികം ആക്സസിബിലിറ്റി പ്രോബ്ലംസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മളൊരു വളരെ കൃത്യമായ രീതിയിൽ ഓർഗനൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു അടുക്കളയിൽ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാനും വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാനും നമുക്ക് ചെയ്യും എന്നുള്ളതാണ് ഇതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കിച്ചൺ കബോർഡിൽ നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നതാണ് കിച്ചൺ ബാസ്ക്കറ്റുകൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ബാസ്ക്കറ്റുകൾ എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. കട്ട്ലറി എന്ന് പറയുന്നൊരു സിസ്റ്റമുണ്ട്, പ്ലെയിൻ ബാസ്ക്കറ്റ് ഉണ്ട്, കപ്പ് ആൻഡ് സോസർ എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്, പ്ലേറ്റ് ഹോൾഡർ എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ഫെസിലിറ്റികളുണ്ട്. ഇത് പല ടൈപ്പിലും കിട്ടാനുണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കമ്പി ഉപയോഗിച്ചിട്ടുള്ള ഒരു ടൈപ്പിലാണ് സാധാരണഗതിയിൽ പണ്ട് മുതലേ ഇത് കണ്ടുവരുന്നത്. പക്ഷേ അതിന് ചില ഡിസഡ്വാൻറ്റേജുകളുണ്ട്. അതിൻ്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പൂൺ പോലെയുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇതിനുള്ളിലൂടെ താഴേക്ക് പോകും. താഴെ പോയി ഇതിൻ്റെ താഴത്തെ ലെയറിൽ പോയി കിടക്കും. അപ്പോൾ അതൊരു പ്രധാന പ്രശ്നമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ അങ്ങനെയുള്ളതല്ലാതെ പെരിഫറേറ്റഡ് എന്ന് പറയുന്ന ഈ സ്ക്രീനിൽ കാണുന്നൊരു മോഡലുണ്ട്. ആ മോഡലാണ് വാങ്ങുന്നതെങ്കിൽ ഇതിനകത്ത് വെള്ളം പോവുകയും ചെയ്യും. എന്നാൽ ഈ പറയുന്ന സ്പൂണുകളോ അല്ലെങ്കിൽ തവിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊന്നും തന്നെ ഇതിനിടയിൽ കൂടെ താഴേക്ക് പോകാതിരിക്കും. അപ്പോൾ ഈ സാധനം വളരെ കൃത്യമായി നമ്മൾ ഉപയോഗിക്കണം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേറ്റ് എന്ന് പറയുന്ന സാധനത്തിന് വേണ്ടിയിട്ടുള്ളത് വാങ്ങിക്കഴിഞ്ഞാൽ പ്ലേറ്റ് മാത്രമേ വയ്ക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈപ്പിലുള്ള പ്ലേറ്റുകൾ മാത്രമേ ചിലപ്പോൾ അതിനകത്ത് ഇരിക്കുകയുള്ളൂ. ഇച്ചിരി വലിയ പ്ലേറ്റ് വയ്ക്കണമെന്ന് വിചാരിച്ചാൽ നടക്കാതെ വരും. ചെറിയ പ്ലേറ്റ് ആണെങ്കിൽ ഈ ഗ്യാപ്പിൽ കൂടെ ഉള്ളിലോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു പ്രധാന പ്രശ്നം ഈ പ്ലേറ്റ് ഹോൾഡറിനുണ്ട്. കട്ട്ലറി നമുക്ക് ആവശ്യമുള്ളൊരു സാധനമാണ്. പല രീതിയിലുള്ള സ്പൂണുകളും നമുക്ക് മാറ്റിയൊക്കെ ഇടാനായിട്ട് നമുക്ക് കട്ട്ലറി യൂസ് ചെയ്യാം. പ്ലെയിൻ ബാസ്ക്കറ്റും നമുക്ക് യൂസബിളാണ്. കാര്യം എന്ത് സാധനം വേണേലും അതിനകത്തേക്ക് എടുത്ത് വെക്കാൻ പറ്റും. അതിന് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളുമില്ല. കപ്പ് ആൻഡ് സോസർ നമുക്കിപ്പോൾ ആവശ്യം വളരെ കുറഞ്ഞൊരു സാധനമാണ്. പിന്നെ ഡിസൈനിന് വേണ്ടിയിട്ടും കാര്യങ്ങൾക്ക് വേണ്ടിയും കപ്പ് ആൻഡ് സോസറിൻ്റെ ഒരെണ്ണം സാധാരണഗതിയിലൊക്കെ ഫിറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ വളരെ കുറവാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത്. കാര്യം അത് യൂസ് ചെയ്യുന്നതും നമ്മൾ വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ ഒരു സാധനമാണ് നമ്മുടെ PVC കൊണ്ടുള്ള ഒരു ടൈപ്പിലുള്ള ഈ ഹോൾഡേഴ്സ് എല്ലാം കിട്ടാനുണ്ട്. അപ്പോൾ ഈ PVC ഹോൾഡേഴ്സിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വീഴുന്ന വെള്ളം താഴേക്ക് പോകാനായിട്ട് വളരെ ചെറിയൊരു ഹോള് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ ഒരു ഹോള് ഏതെങ്കിലും കാരണവശാൽ അടഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ കഴുകിയിട്ട് നേരിട്ട് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളം കെട്ടി നിൽക്കുന്നത് ഇതുപോലെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു അഡീഷണൽ ഫിറ്റിങ്ങും കൂടി ചെയ്യേണ്ടി വരും. അത് നമ്മൾ ഒരു PVCയുടെയോ അല്ലെങ്കിൽ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെയോ ഒരു ഫിറ്റിങ്സ് അഡീഷണൽ ആയിട്ട് നമ്മൾ പുറത്ത് വെക്കേണ്ടി വരും. അതൊരു ഡ്രെയിൻ ബാസ്ക്കറ്റ് എന്ന് പറയുന്നൊരു സംഭവമാണ്. ആ ഡ്രെയിൻ ബാസ്ക്കറ്റ് നമ്മളൊരെണ്ണം അഡീഷണൽ വെച്ചാൽ മാത്രമേ പിന്നെ ഈ ഡ്രെയിൻ ചെയ്തതിന് ശേഷം നല്ലോണം വൃത്തിയായി ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഇതിനകത്തേക്ക് എടുത്തിടാൻ പറ്റുള്ളൂ. അപ്പോൾ കബോർഡ് കൂടുതൽ വൃത്തിയായിട്ടും കുറച്ച് അധിക നാൾ ഈട് നിൽക്കണമെങ്കിലും നമ്മൾ എപ്പോഴും ഡ്രെയിൻ ചെയ്ത് അഥവാ നല്ല രീതിയിൽ ഉണങ്ങിയ സാധനങ്ങൾ അല്ലെങ്കിൽ ഉണങ്ങിയ ടൂൾസോ ആണെങ്കിൽ എന്ത് സാധനങ്ങളാണെങ്കിലും ഇതിനകത്തേക്ക് തിരിച്ചിടാവുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു ഡ്രെയിൻ ബാസ്ക്കറ്റ് അഡീഷണൽ ആയിട്ട് നമ്മൾ വെക്കേണ്ടി വരാറുണ്ട്. ഇതിനെല്ലാത്തിനും പ്രധാനമായിട്ട് വരുന്നൊരു കാര്യമാണ് നമ്മളുടെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ 304 ഗ്രേഡിലുള്ളത് തന്നെ മാക്സിമം വാങ്ങാനായിട്ട് ശ്രമിക്കുക. 304 ഗ്രേഡിലുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയ ബാസ്ക്കറ്റുകൾ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തുക. ഇല്ലെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള വെള്ളത്തിൻ്റെ അംശം വന്നാൽ തന്നെ വളരെ പെട്ടെന്ന് തുരുമ്പടിക്കാനുള്ള ചാൻസുകൾ കൂടുതലാണ്. 204 അങ്ങനെയുള്ള ഗ്രേഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ നല്ലൊരു കമ്പനിയുടെ 304 ഗ്രേഡിലുള്ളത് തന്നെ മാക്സിമം ഉപയോഗിക്കുക. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, നമ്മൾ ഗ്യാസ് കുറ്റിയൊന്നും വീടിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ കബോർഡിനുള്ളിൽ തന്നെ വെക്കുന്നത് പതിവ് വളരെ കുറവാണ്. ഇതെല്ലാം നമ്മൾ പുറത്തായിട്ടാണ് ഉപയോഗിക്കുന്നത്, പുറത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ ഗ്യാസ് കുറ്റി പുറത്ത് വെച്ചിട്ട് കോപ്പർ പൈപ്പ് ചെയ്ത് നമ്മളുടെ ഈ പറയുന്ന ഹോബിൽ കൊണ്ടെത്തിക്കുകയാണ് പതിവ്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴുണ്ടാകുന്ന ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് കുറ്റിയിൽ എന്തെങ്കിലും തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും നമുക്കത് പുറത്തായതുകൊണ്ട് നമ്മളെ അധികം ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാന ഗുണമായിട്ട് കാണുന്നത്. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്കറിയാം ഇത് ഗ്യാസ് പൈപ്പ് ലൈനാണുള്ളത്. അപ്പോൾ പൈപ്പ് ലൈൻ ആകുമ്പോൾ പുറത്തുനിന്ന് നമ്മൾ ഈ കോപ്പർ പൈപ്പിംഗ് ചെയ്ത് അകത്ത് കൊണ്ടുവന്ന് നമുക്ക് സെറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഒരു ഭാഗം പണ്ട് നമ്മൾ ഗ്യാസ് കുറ്റിക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മളങ്ങനെ കൊടുക്കാറില്ല എന്നുള്ളതാണ് ഇതിനകത്ത് വരുന്ന ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത്. അതുപോലെ അടുക്കളയിൽ നമ്മൾ പണ്ട് കാലത്ത് ചെയ്തിരുന്നതാണ് ഒരു കോൺക്രീറ്റ് സ്ലാബ് പണിതിട്ട് അതിൻ്റെ മുകളിലാണ് ഈ പറയുന്ന ഗ്രാനൈറ്റും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ സിസ്റ്റം മാറ്റിയിട്ട് ഇപ്പോൾ കബോർഡ് തന്നെ ഡയറക്റ്റ് ഫിറ്റ് ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണവശാൽ നമുക്കിതിൻ്റെ ഡിസൈൻ ചേഞ്ചോ അങ്ങനെയുള്ള എന്തെങ്കിലും കാരണം ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ കംപ്ലീറ്റ് ഭാഗം ഈ ഗ്രാനൈറ്റ് മുഴുവൻ തല്ലിപ്പൊട്ടിക്കണം, അതിൻ്റെ താഴെ ഇരിക്കുന്ന കോൺക്രീറ്റും പൊട്ടിക്കണം. അങ്ങനെയുള്ള പ്രധാന പ്രശ്നങ്ങളൊക്കെ വന്ന് ഭിത്തി എല്ലാം കേടാവും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കബോർഡ് ഡയറക്റ്റ് അടിച്ച് ഭിത്തിയിലേക്ക് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല
ചില കണ്ടീഷനിൽ കോൺക്രീറ്റ് എല്ലാം ചെയ്ത് സ്ലാബ് എല്ലാം സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അടുക്കളയിലെ ലെവൽ പൊങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പ് ലെവൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ താഴത്തെ ഭാഗത്തിന് അടുക്കളയിലെ താഴത്തെ ഭാഗത്തിൻ്റെ ലെവൽ കൂടുതൽ പൊങ്ങിപ്പോവും. അങ്ങനെ പൊങ്ങിപ്പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് നടുവേദന പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അത് വരാതിരിക്കാൻ വേണ്ടി കൃത്യമായ അളവിൽ നമുക്കൊരു വർക്ക് ചെയ്യാനും ഈ പറയുന്ന കബോർഡ് ഡയറക്റ്റ് അടിച്ച് ഫിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി ഇലക്ട്രിക്കൽ ഫിറ്റിങ്സ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഒരു അടുക്കളയിൽ ഏതൊക്കെ ഭാഗത്താണ് നമുക്ക് ഇലക്ട്രിക്കൽ പ്ലഗ് ഹോൾഡേഴ്സ് വേണ്ടതെന്ന് നമ്മൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കണം. അത് നമ്മൾ ഈ പടത്തിൽ കാണുന്നത് പോലെ ഒരെണ്ണം മിക്സിക്ക് വേണ്ടിയിട്ട്, ഒരെണ്ണം നമ്മുടെ ചോപ്പിംഗ് ഏരിയയിലേക്ക്, ഒരെണ്ണം നമ്മുടെ ബ്ലെൻഡിങ് ഏരിയയിലേക്ക്, ഒരെണ്ണം ഫ്രിഡ്ജും നമ്മുടെ മൈക്രോവേവ് ഓവനും ഇരിക്കുന്ന ഏരിയയിലേക്ക്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ഏരിയയിലേക്കും പവർ സോക്കറ്റുകൾ നമ്മൾ കൃത്യമായി സെറ്റ് ചെയ്ത് വെക്കുക. അതാകുമ്പോൾ നമുക്ക് വളരെ അടുത്ത് തന്നെ ഇതിന് ആക്സസിബിലിറ്റി ഉണ്ടാവും. അതൊരു പ്രധാന കാര്യമായിട്ട് നമ്മൾ അടുക്കളയിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതുപോലെയുള്ള ഒരു പുതിയ വീഡിയോയും ഞാൻ കാണുന്നതുവരെ ഏവർക്കും നമസ്കാരം.